ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. നീ ശരിക്കും അതിൽ വെച്ചിട്ടുണ്ടോ എന്ന് മധുശ്രീ ചോദിക്കുമ്പോൾ ആ ചെറിക്കുള്ളിലാ വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് കാർത്തിക. തുടർന്ന് കേക്കിലേക്ക് നോക്കിയിട്ട് മധുശ്രീ പറയുകയാണ്, ശാലിനി ചാകണം, പക്ഷെ അതിന്റെ പേരിൽ എനിക്ക് ജയിലിൽ പോയി കിടക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് കാർത്തികേ, നീ വെറും ഡമ്മി മാത്രമാ. ഇവിടെ ആര് ചത്താലും ഞാൻ പറഞ്ഞിട്ട് ആ ഗുളിക വെച്ചതെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ആരും നിന്നെ വിശ്വസിക്കാനേ പോകുന്നില്ല. അതോടെ എന്റെ റൂട്ട് സേഫ് ആകും. എന്നാൽ മധുശ്രീയുടെ ചതി അറിയാതെ പേടിയോടെ നിൽക്കുകയാണ് കാർത്തിക. എന്നാൽ നമുക്കിനി കേക്ക് മുറിച്ചാലോ എന്ന് പിള്ളച്ചേട്ടൻ ചോദിക്കുമ്പോൾ രാഘവൻ നായരോട് കേക്കിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കാൻ പറയുകയാണ് പപ്പിയും സത്യയും. എനിക്ക് കാലിന് വയ്യാത്തതാ മക്കളെ, ഞാൻ വരുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടുപേരും നിർബന്ധിച്ച് രാഘവൻ നായരെ കേക്കിന്റെ അടുത്തേക്ക് നിർത്തുന്നു. അങ്ങനെ കേക്ക് മുറിച്ചു കഴിയുമ്പോൾ സത്യഭാമയ്ക്ക് കൊടുക്കാൻ ഒരുങ്ങുകയാണ് രണ്ടുപേരും. അത് വേണ്ട, നിങ്ങളുടെ അമ്മ കാരണമല്ലേ നിങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നത്, അതുകൊണ്ട് അമ്മയ്ക്ക് തന്നെ ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പപ്പിയോട് ശ്യാമയ്ക്ക് കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ പപ്പി ശ്യാമയ്ക്ക് കൊടുക്കുമ്പോൾ ശ്യാമ നിറഞ്ഞ കണ്ണുകളോടെ ശാലിനിയെ നോക്കുന്നു. അതിനുശേഷം പപ്പി രോഹിത്തിനും കൊടുക്കുന്നു. അതേസമയം ഇതെല്ലാം കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് സത്യ. ഇത് കണ്ടുകൊണ്ട് ശ്യാമ സത്യയോട് കേക്ക് ശാലിനിക്ക് കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ സത്യ ശാലിനിക്ക് കേക്ക് കൊടുക്കുമ്പോൾ വിഷമത്തോടെ നോക്കുകയാണ് വിഷ്ണു. അങ്ങനെ ശാലിനിക്ക് കേക്ക് കൊടുത്തതിന് ശേഷം സത്യ നേരെ വിഷ്ണുവിന്റെ അടുത്തേക്ക് പോകുന്നു. വിഷ്ണുവിന് സത്യ കേക്ക് കൊടുക്കുമ്പോൾ ഇതൊക്കെ കണ്ട് അത്ഭുതത്തോടെ നോക്കുകയാണ് ശാലിനി. തുടർന്ന് പപ്പി സത്യഭാമയ്ക്കും സത്യ രാഘവൻ നായർക്കും കേക്ക് കൊടുക്കുകയാണ്. ശ്യാമയെ എല്ലാവർക്കും മുറിച്ചു കൊടുക്കാൻ ഭാമയും രാഘവൻ നായരും പറയുന്നു. ഇത് കേൾക്കുന്ന ശ്യാമ കേക്ക് എല്ലാം കട്ട് ചെയ്ത് ട്രെയിലാക്കി പൊന്നിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് കാണുന്ന മധുശ്രീ കാർത്തികയെ വിളിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു. നീ എന്താ നോക്കി നിൽക്കുന്നത്? ആരെങ്കിലും എടുക്കുന്നതിന് മുമ്പ് ആ കേക്ക് കൊണ്ട് ശാലിനിക്ക് കൊടുക്കാൻ നോക്ക്. അതേസമയം ഇനിയും ഒന്നും കണ്ടു നിൽക്കാൻ ത്രാണിയില്ലാത്തതുകൊണ്ട് ശാലിനി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അതേസമയം ഒരു പീസ് കേക്കുമായിട്ട് ശ്യാമ പുറത്തേക്ക് ചെല്ലുന്നു. കുഞ്ഞിച്ചി, ഇത് പപ്പിയെ പ്രസവിച്ച അവളുടെ അമ്മയ്ക്കുള്ളതാ. അവള് തന്നപ്പോ ഞാനൊരു പീസ് മാറ്റി വെച്ചതാണെന്ന് ശ്യാമ പറയുമ്പോ അത് തിരിച്ച് ശ്യാമയ്ക്ക് തന്നെ കൊടുക്കുകയാണ് ശാലിനി. പപ്പിയുടെ അമ്മ എന്നും നീ തന്നെയായിരിക്കും. ഈ മധുരം എന്നും കഴിക്കാൻ നിനക്ക് മാത്രമേ യോഗ്യത ഉണ്ടാകൂ. ഇത് കേൾക്കുന്ന ശ്യാമ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എത്ര ജന്മം എടുത്താലും ഇതിനൊക്കെ ഞാൻ എങ്ങനെ കടം വീട്ടും കുഞ്ഞിച്ചി? ഞാൻ കുഞ്ഞിച്ചിയുടെ കാലിലൊന്ന് വീണോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയുടെ കാലിൽ വീഴാൻ ഒരുങ്ങുകയാണ് ശ്യാമ. അതേസമയം ഇത് കണ്ടുകൊണ്ട് സത്യഭാമ പുറത്തേക്ക് വരികയാണ്. നീ എന്താ കരയുകയായിരുന്നോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ സന്തോഷം കൊണ്ടാണെന്ന് ശ്യാമ പറയുന്നു. എത്ര കളക്ടറായാലും പേഷ്വാറായാലും അവർക്കൊക്കെ മുകളിലായിരിക്കും സത്യഭാമയുടെ മരുമകളുടെ സ്ഥാനം. ഇപ്പതാ നീ. പിന്നതേ അകത്തു നിൽക്കുന്ന ആ കാർത്തികയും ഇന്നേ സത്യഭാമയുടെ കൊച്ചുമകളുടെ പിറന്നാളായിരുന്നു എന്നൊക്കെ ശാലിനിയെ നോക്കി അഹങ്കാരത്തോടെ പറയുകയാണ് സത്യഭാമ. ശാലിനി ഒന്നും വിടാതെ ഭാമയെ തന്നെ നോക്കി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മധുശ്രീ കാർത്തികയോട് ആ കേക്കിന്റെ പീസ് എടുക്കാൻ പറയുമ്പോൾ ആ ചെറിയുള്ള പീസ് പോയി പൊന്നിയുടെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് കാർത്തിക. അതേസമയം അങ്ങോട്ടേക്ക് സത്യയും പപ്പിയും കൂടി വരുന്നു. അത് പിന്നെ വിഷ്ണുവച്ചന് കേക്ക് കൊടുത്തില്ല. എനിക്കൊരു പീസ് കേക്ക് വേണമെന്ന് പപ്പി പറയുമ്പോൾ അതിനെന്താ മോളി ട്രെയിൽ നിന്നും എടുത്തോളാൻ പൊന്നി പറയുന്നു. ഇത് കേൾക്കുന്ന പപ്പി പറയുകയാണ്, എനിക്ക് അതല്ല വേണ്ടത്, ദേ ആ കേക്കാ വേണ്ടതെന്ന് പറഞ്ഞ് കാർത്തികയുടെ കയ്യിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് പപ്പി. ഇത് കേൾക്കുന്ന കാർത്തിക ഞെട്ടിലോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.